റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച 25% പിഴച്ചുങ്കം ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. നിലവിലെ 25% പകരച്ചുങ്കത്തിനൊപ്പം ഇതും ചേരുമ്പോൾ ഇന്ത്യയിൽ നിന്ന് യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളുടെ തീരുവ 50% ആകും. യുഎസ് ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം തിങ്കളാഴ്ച ഇതു സംബന്ധിച്ച കരട് വിജ്ഞാപനം പുറത്തിറക്കി. യുഎസ് സമയം ബുധനാഴ്ച അർദ്ധരാത്രി 12:01 ശേഷം അവിടുത്തെ വിപണിയിലെത്തുകയും സംഭരണശാലകളിൽ നിന്ന് യുഎസ് വിപണികളിലേക്ക് പുറപ്പെടുന്നതുമായ ഇന്ത്യൻ ചരക്കുകൾക്ക് പിഴച്ചുങ്കം ബാധകമാകും. റഷ്യയിൽ നിന്ന് എണ്ണയും പടക്കോപ്പുകളും വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായം ചെയ്യുമെന്നാരോപിച്ച് ഈ മാസം 7-നാണ് ഇന്ത്യക്ക് ട്രംപ് 25% പിഴച്ചുങ്കം പ്രഖ്യാപിച്ചത്. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ നീക്കുപോക്കുണ്ടായില്ലെങ്കിൽ യുഎസുമായി കരാറുണ്ടാക്കുന്നതിനായി 21 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. ഇത് ചൊവ്വാഴ്ചയാണ് അവസാനിച്ചത്. യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്നാരോപിച്ച് ഇന്ത്യക്ക് പ്രഖ്യാപിച്ച 25% പകരച്ചുങ്കം ഈ മാസം 7-ന് നിലവിൽ വന്നിരുന്നു. യുഎസിന്റെ 50% തീരുവ ഇന്ത്യയുടെ കയറ്റുമതിയിലെയും വിതരണ ശൃംഖലയെയും കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. 2021-22 മുതൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യുഎസ്. $1,31,800 ഉഭയകക്ഷി വ്യാപാരമാണ് 2024-25 ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്നത്. 2024 കണക്കനുസരിച്ച് $4,800 കോടി യുഎസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി. തുന്നിയ വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ, തുകലുൽപ്പന്നങ്ങൾ, ചെരുപ്പ്, മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, വൈദ്യുത മെക്കാനിക്കൽ യന്ത്രങ്ങൾ എന്നിവയുടെ കയറ്റുമതിയെയാണ് തീരുവ വർധന കൂടുതൽ ബാധിക്കുക. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ കണക്കുപ്രകാരം ഇന്ത്യൻ കയറ്റുമതിയുടെ 66% ഈ മേഖലകളിൽ നിന്നാണ്. അതേസമയം മരുന്ന്, ഊർജ്ജോൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയെ ബാധിച്ചേക്കില്ല. ഇന്ത്യയെ കൂടാതെ ബ്രസീലിന് മാത്രമാണ് യുഎസ് 50% തീരുവ ചുമത്തിയിട്ടുള്ളത്. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് അവരുടെ വ്യാപാര പങ്കാളിയായി ഇന്ത്യക്ക് തീരുവ ഏർപ്പെടുത്തിയതെന്നാണ് വൈറ്റ് ഹൌസിന്റെ വാദം. യുഎസിൽ നിന്ന് എത്ര സമ്മർദ്ദമുണ്ടായാലും ഇന്ത്യയിലെ ചെറുകിട സംരംഭങ്ങളുടെയും കർഷകരുടെയും പശുപാലകരുടെയും താൽപര്യങ്ങളെ ഹനിക്കുന്ന ഒന്നിനും വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ബുധനാഴ്ച അർദ്ധരാത്രി 12:01 മുൻപ് യുഎസ് വിപണിയിലെത്തുന്നതിനായി ക്ലിയറൻസ് ലഭിച്ചതോ സംഭരണശാലയിൽ നിന്ന് വിപണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതോ ആയ ഇന്ത്യൻ ചരക്കുകളെയും ഇന്ത്യയിൽ നിന്ന് കപ്പലിൽ കയറ്റിയതോ അല്ലെങ്കിൽ യുഎസിലേക്ക് പുറപ്പെട്ടിരിക്കുന്നതോ ആയ ചരക്കുകളെയും 50% തീരുവയിൽ നിന്ന് ഒഴിവാക്കും. ട്രാൻസ്ഷിപ്മെന്റ് വിവരങ്ങൾ യുഎസ് കസ്റ്റംസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ഈ ഇളവ് ലഭിക്കുകയുള്ളൂ.